ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഇന്നലെ കണ്ടില്ലേ, ഞാൻ ഇഷ്ടംപോലെ കറികളൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ചോറ് മാത്രം വെച്ചു, അത് ഉച്ചയിലത്തേക്ക് വേണ്ടി മാത്രം വെച്ചുള്ളൂ. രാവിലെ അപ്പവും കറിയൊക്കെ എടുത്തു, രാത്രിയിൽ മറ്റെന്താ പറയുക നാനെടുത്തു. അങ്ങനെ ഇന്നത്തെ ദിവസം കിച്ചണിൽ വർക്ക് വളരെ കുറവായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളുടെ കടുകൊക്കെ ശരിക്കും വാടി തളർന്നു പോയി. കാരണം കടുക് അങ്ങനെയാണല്ലോ, ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അത് നേരെ നിൽക്കാനായിട്ട് അതിന് പറ്റില്ല, അത് ചെരിഞ്ഞു പോകും. സംഭവം വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതിനെ അധികം കെയർ ചെയ്യില്ലല്ലോ, നമ്മൾ വെള്ളം ഒഴിക്കും എന്നല്ലാണ്ട്. അപ്പോൾ ഡിമ്പിൾ വരാണ്ട് അത് നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ജനുവരി 1 കഴിഞ്ഞ് പെരുന്നാൾക്ക് നിൽക്കില്ല, അതിന് മുമ്പായിട്ട് അതാത് ബോക്സുകളിലാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് അത് പാക്ക് ചെയ്ത് എടുത്ത് വയ്ക്കുക എന്നുള്ളത്. ശരിക്ക് ഓരോന്നും ഓരോ ബോക്സിലാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം കറക്റ്റ് അത് തുറന്ന് എടുത്ത് ഇതുപോലെ സെറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ പതിവ് പോലെ രാവിലെ എണീറ്റു. അപ്പോൾ ഇന്ന് പതിവിലും നേരത്തെ എണീറ്റു, ഞാനും ഡാഡിയും. ഡാഡി അല്ലെങ്കിലും നേരത്തെ എണീക്കും, ഞാനങ്ങനെ പെട്ടെന്ന് നേരത്തെ എണീക്കാറൊന്നുമില്ല. പക്ഷേ എന്തോ 2-3 ദിവസമായിട്ട് അങ്ങനെ ഉറക്കക്ഷീണം എന്ന് പറഞ്ഞിട്ട് ബാക്കി നിൽക്കണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഞാനിത് നല്ലോണം നേരത്തെ എണീറ്റുണ്ട്. പിന്നെ കിടക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ നാളെ ഏത് ചട്ടി ശരിയാക്കണം, ഏത് ഭാഗം വൃത്തിയാക്കണം, ഈ ഒരു ചിന്തയിലാണ് ഇപ്പോൾ കിടക്കണത് തന്നെ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് എണീക്കുമ്പോൾ 5 മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ, പിന്നെയും കിടക്കും, പിന്നെയും എണീക്കും, അങ്ങനെ കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് രാവിലേക്ക് ഒന്നും വെക്കുകയും വേണ്ട എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ മനസ്സിൽ. അപ്പോൾ ഞാൻ ഡിവൈനോടും പറഞ്ഞു, സമാധാനത്തിൽ എണീറ്റ് വന്നാൽ മതി, കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ട, പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ചെയ്യണ്ട. അങ്ങനെ ഞാൻ എണീറ്റ് പതുക്കെ പുറത്തേക്ക് കിടന്നു. അപ്പോൾ ഡാഡി എൻ്റെ കൂടെ വന്നു കേട്ടോ. ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാം. അങ്ങനെ ഞങ്ങളിതേ പുറത്ത് വന്ന് ഒരേ സെക്ഷൻ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഈ ഹാങ്ങിങ്സൊക്കെ ഹാങ് ചെയ്തിട്ടുള്ള ഈ തൂക്കിയിട്ടിട്ടുള്ള ചട്ടികളൊക്കെ ഒരുവിധമൊക്കെ തകർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ റിങ് വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ നശിച്ചു പോയിട്ടായിരുന്നു. ഉറക്കം വന്നിട്ട് ഇങ്ങനെ ഉറക്കം കണ്ണിൽ നിൽക്കുക, കുറച്ച് ദിവസത്തെ ഉറക്കം ഉണ്ടല്ലോ, അത് നേരത്തെ എണീക്കുകയും ചെയ്തല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചു ആ ഹാങ്ങിങ് പോട്ട്സൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എല്ലാതും ഡാഡി കംപ്ലീറ്റ് കമ്പികൾ മുകളിൽ കെട്ടിത്തന്നു. ഞാനിത് ഓരോന്നും താഴെ ഇറക്കി. നമ്മൾ എന്താ പറയുക, എന്നേക്കാൾ കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഡാഡിയെ ചെയ്യാം കേട്ടോ. ഞാൻ ഇതെടുത്ത് അവിടെ വയ്ക്കുക, അതെടുത്ത് ഇവിടെ വയ്ക്കുക എന്ന് പറയാൻ എനിക്ക് പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ അധികം കുമ്പിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ സ്ഥലം ആൽക്കല്ലാണ്. ആൽക്കലിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഞാൻ ഈ ഓരോന്ന് മണ്ണ് മാറ്റി ചെടി വെച്ച് ഞാനിങ്ങനെ നിറച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ സൈഡ് മുഴുവൻ അങ്ങോട്ട് ഫില്ല് ചെയ്തു. അപ്പോൾ കുറേ ചട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നാളെ അക്കീരോട് നിന്ന് കൊണ്ടുവന്ന കുറേ ചട്ടികളുണ്ടായിരുന്നു. അതാണ് അതിൽ കാണുന്ന ആ ബ്ലൂ ചട്ടികൾ മൊത്തട്ടാ. അപ്പോൾ ഇതൊക്കെ നല്ലോണം, അപ്പോൾ ഞാനെങ്ങനെയാണ് ചങ്ങി സൈഡിൽ, അതായത് നമ്മളുടെ ആ കുത്തിപ്പൊളിച്ച സ്ഥലം ഉണ്ടല്ലോ, ആ വശത്ത് കംപ്ലീറ്റ് ചെടികളായിരുന്നു. അപ്പോൾ ഞാൻ അത് ഒരുവിധം ഒക്കെ കഴുകിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ അപ്പാപ്പളത്തെ ദിവസം ചെയ്യണ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നതല്ലേ. ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാതും നന്നായി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ താറാവ് കറിയും അപ്പവും എടുത്തു, പിന്നെ ബീഫ് ഫ്രൈ എടുത്തു. അപ്പോൾ ബീഫ് ഫ്രൈയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലോണം എണ്ണയുണ്ട്. അപ്പോൾ ഞാനതൊന്ന് മാറ്റി കളഞ്ഞിട്ടാണ് രണ്ടാമത് വറുത്തത് കേട്ടോ. രാവിലെ എടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും അത് മാറ്റി വെച്ച്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ തോമുട്ടനേക്കാളും ഇപ്പോൾ വിഷമം ചാക്കോച്ചനാണ്. അപ്പോൾ പോകുമ്പോൾ പിന്നാലെ നടന്ന് പോകണം എന്നുള്ള വാശിയാണ് കേട്ടോ. വാശി എന്ന് പറഞ്ഞാൽ ഒന്നെടുത്ത് കൊണ്ടുപോകണം, അങ്ങനെയാണ്. ഹബ്ബിലേക്ക് പോകണമെന്നില്ല, ഗേറ്റ് വരെ പോയാലും മതി, പക്ഷെ അപ്പയുടെ കൂടെ പോകണം അവന്. അപ്പോൾ അവൻ കരയനെ കണ്ടപ്പോൾ തോമൂനൊരു പൂതി പോകാമെന്നുള്ളത്. അപ്പോൾ തോമൂൻ ചോദിച്ചു, ഞാൻ എന്നെ ഹബ്ബിൽ കൊണ്ടുപോകും അപ്പാന്ന്. അപ്പോൾ അപ്പ പറഞ്ഞു, ഹബ്ബിലേക്കല്ല, ഞാൻ ഡോക്ടറെ അടുത്തേക്കാണ് പോണേന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടാണ് ഓടുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു രക്ഷയില്ല, പിന്നാലെ കരഞ്ഞിട്ട് ഓടും. അപ്പോൾ സാധാരണ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചു ഇല്ലാത്ത കാരണം രണ്ടാളും ഒരനക്കവും ഇല്ല. 3 ആൾ കൂടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ബഹളം എന്നുള്ളത് മനസ്സിലായി. പാച്ചു ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരനക്കവും ഇല്ല. തോമും ചാക്കോച്ചനും മുകളിൽ അവിടെ മിണ്ടാണ്ട് അവിടെ ഇരിക്കും കേട്ടോ. അങ്ങനെയാണ്. ഇവരില്ലെങ്കിൽ പാച്ചുവിനും അതേപോലെ ഒരു അനക്കമില്ല. അങ്ങനെ ഞാൻ ഡോൺ പോയതിന് ശേഷം ഡാഡി പുറത്തേക്ക് പോയി. അപ്പോൾ ഡിവൈനോട് ഞാൻ പറഞ്ഞു, പിള്ളേർസിനെയും കൊണ്ട് മുകളിലേക്ക് പൊക്കോ, കാരണം അല്ലെങ്കിൽ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ നിറച്ച് നല്ല ഭംഗിയുള്ള കുപ്പികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മുമ്പൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നല്ല ഭംഗിയിലിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒക്കെ പോയി എന്ന് മാത്രമല്ല, എന്താ പറയുക, കുറേ കുപ്പികൾ പൊട്ടി, കുറേ കുപ്പികൾ എടുത്ത് അവർ കളഞ്ഞു. അങ്ങനെ ഇപ്പം ഞാൻ അന്നാളെ തന്നെ ആ മറ്റേ ഇവർക്ക് കുപ്പി പാട്ടക്കാർക്ക് കുപ്പി കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനത്തെ നല്ല കുപ്പികൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവരെടുത്ത് കൊടുത്തു. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല, കാരണം
എനിക്കിത് വെക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇന്ന് എന്തോ ഭാഗ്യത്തിന് അങ്ങനെ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് കുറച്ചായി വന്നപ്പോഴേക്കും നമ്മളുടെ എന്താ പറയുക പാക്കിങ്ങിൻ്റെ സമയമായി. കാരണം ഡിംപിളിൻ്റെ ആയാലും ഡിവൈൻ്റെ ആയാലും ഡിവൈൻ വന്നെങ്കിലും ഡിംപിൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ മുഴുവൻ ഞാൻ വേണ്ടേ പാക്ക് ചെയ്ത് കൊടുക്കാൻ. അതുകൂടാണ്ട് ഇപ്പം ഞാൻ ഓർഡേഴ്സൊക്കെ എടുത്തു തുടങ്ങിയിട്ടോ. ഇപ്പോൾ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ആ സമയത്ത് എനിക്ക് വയ്യാണ്ടായപ്പോഴാണ് ഞാൻ കുട്ടികളെ ഏൽപ്പിച്ചത്. അങ്ങനെ ഉച്ചയിലത്തേക്ക് ഇതാ ചോറിൻ്റെ ഇടയിൽ എപ്പോഴൊക്കെയോ വെച്ചു ഞാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഉച്ചയിലേക്ക് ഞാൻ മാങ്ങാക്കറി എടുത്തു, കട്ട്ലേറ്റ് എടുത്തു, പിന്നെ ബീഫ് ഫ്രൈ എടുത്തു, പിന്നെ എന്തുട്ടാ അതിൽ കാണും അത് ഒക്കെ എടുത്തു കേട്ടോ ഉച്ചയ്ക്ക്. കാരണം എല്ലാത്തീന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് ഫ്രൈ ഒക്കെ നല്ല എന്തെന്നാ പറയുക, നല്ല രസമായിട്ടുണ്ട് വറുത്തിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എണ്ണ ഞാൻ അങ്ങോട്ട് മാറ്റി കളഞ്ഞു എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഞാൻ ഈ വശത്ത് നിന്ന് ഇവിടെ മൊത്തം കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ മതിൽ ഫ്രണ്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി മുന്നിലേക്ക് ഉണ്ടായിരുന്നു സ്ഥലം. അത് റോഡിന് വേണ്ടിയിട്ട് എടുത്ത് മാറ്റിയതാണ്. അപ്പോൾ അതിൻ്റെ സ്നേഹമതിലുണ്ടല്ലോ ഫ്രണ്ടിലത്തെ 2 പോർഷൻ മതിലാണ്. ഇപ്പോൾ ഈ കാണുന്ന ബെഞ്ചും നമ്മുടെ മറ്റേ അപ്പുറത്തെ സൈഡിൽ ഞാൻ അലക്കാനായിട്ട് ബക്കറ്റ് വയ്ക്കുമ്പോൾ അതൊക്കെ ഇതിൻ്റെ ബാക്കികളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടുത്തെ മൊത്തം കാര്യങ്ങൾ കഴിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് നനച്ചിട്ടാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ഇന്ന് വെച്ചതാണ് ഡാഡി കൊളുത്തിയിട്ടതാണ് അവിടുത്തെ ഒക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഈ ബെഞ്ചാണ് റൈറ്റ് സൈഡിൽ കാണുന്ന ബെഞ്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ മതിലിൻ്റെ പീസാണ്, സ്നേഹമതിലിൻ്റെ ഒരു പീസാണത്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ചെടികളെടുത്തിട്ട് മറ്റേ ബെഞ്ചിൻ്റെ അടിയിലേക്ക് വെച്ചു. അപ്പോഴേക്കും എൻ്റെ ഒച്ച കേട്ടിട്ട് ചാക്കോച്ചൻ വരികയാണ് എന്നെ അന്വേഷിച്ചിട്ട് കേട്ടോ. ഇവനിടയ്ക്കൊന്നും കണ്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പം മമ്മാന്ന് വരെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആദ്യം മമ്മിയായിരുന്നു, ഇപ്പം മമ്മ എന്ന് വിളിച്ചിട്ട് ഓടി വരും കേട്ടോ. അപ്പോൾ ഇവരെ ഞാൻ അഴിച്ചിട്ടിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരപ്പുറത്തുനിന്ന് ചട്ടി എടുക്കാൻ വന്നപ്പോൾ ഡാഡി അവിടെ അപ്പുറത്ത് പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കരച്ചിലും ബഹളമൊക്കെ ആയപ്പോൾ ഞാൻ പതുക്കെ അവരെ അഴിച്ചിട്ടു. അങ്ങനെ വൈകുന്നേരം സ്നാക്സും ചായയൊക്കെ കുടിച്ച് രാത്രിയായി. എന്തൊരു വേഗം രാത്രിയായി. കാരണം എന്താ വെച്ചാൽ ഇവരുടെ കളിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കിച്ചണിൽ കാര്യമായിട്ട് വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മൊത്തം മുറ്റത്തേക്ക് ഇറങ്ങി ചെടികളും സാധനങ്ങളൊക്കെ വെട്ടാനായിട്ട് ഒരുവിധം വൃത്തിയായിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഓരോ സൈഡായിട്ടാണ് ചെയ്യണേന്ന്. അങ്ങനെ നോക്കിയിരിക്കുക തോമു കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ ഈ ഫോട്ടോസ് എടുക്കാനും ഇതിനൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ തോമൂനെടുത്തതിന് ചാക്കോച്ചിന് ഭയങ്കര വിഷമം. അപ്പോൾ ഞാൻ പറയും ചാക്കോച്ചിനും പാച്ചുവാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭയങ്കര വിഷമം. ഇന്നിപ്പോൾ ഞാൻ പാച്ചു വീഡിയോ കോൾ ചെയ്യുമ്പോൾ എൻ്റെ ഒക്കത്ത് തോമൂനെ കണ്ട വഴിക്ക് ചാക്കോച്ചനെ കണ്ട വഴിക്ക് അവൻ ഒറ്റ പോക്ക് പോയതാണ്. അതുപോലെ തന്നെ ചാക്കോച്ചനും വേറെ ആരും എടുക്കാൻ പാടില്ല. തോമൂന് അങ്ങനെയൊന്നുമില്ല കേട്ടോ. തോമു ആ കാര്യത്തിൽ ഭയങ്കര ഡീസൻ്റ്. ആരും എടുത്താലും ഒരു പ്രശ്നമില്ല. അവനെടുക്കാൻ പറയണ നേരത്തെ അവനെ ഒന്ന് എടുക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളിതേ പാച്ചുവിനെ ചാക്കോച്ചനെ കുറേ എന്താ പറയുക മൂപ്പിച്ചു. ഡാഡി അപ്പയ്ക്ക് വേണ്ട അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവന് മൈൻഡൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ കളി തുടങ്ങി. അങ്ങനെ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ മാസ്ക് വയ്ക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ എന്തോ കാണിക്കണേന്ന് എനിക്കറിയില്ല. വാട്ടർ ബോട്ടിലിൻ്റെ മറ്റേ പാലും കുപ്പിയുടെ മൂടി ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കണ്ട എൻ്റെ അടുത്തേക്ക് ഓടി വരണം. ഇതായിരുന്നു ഇന്നത്തെ ഫുൾ കളി. ഓരോ ദിവസം അവന് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പുതിയ ഒരു ഐറ്റം കിട്ടും. അപ്പോൾ ഇന്നത്തെ ഐറ്റം ഇതായിരുന്നു. ഇതിങ്ങനെ വെച്ചിട്ട് ഓടി വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ പതിവ് പോലെ പണ്ടത്തെ പോലെ ഇരുന്ന് തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ 2:10 വളകളാണ് കാണിക്കുന്നത് കേട്ടോ. 2:10 അതായത് വലിയത്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട്. 2:10 കൂടുതലായാലും വലിപ്പത്തിലുണ്ട് കേട്ടോ അത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ റൂബിയും ജെയ്ഡ് പച്ചയും കൂടിയിട്ടുള്ള പിന്നെ വൈറ്റ് സ്റ്റോൺസും കൂടിയിട്ടുള്ള ലക്ഷ്മിയുടെ വളയാണ്. ആൻറ്റിക്കാണ്. അപ്പോൾ കുറേ പേർക്ക് ഒരു സംശയമാണ് ആൻറ്റിക്കായ എങ്ങനെയാണ് ഇത് പ്ലേറ്റ് ചെയ്യാൻ വീണ്ടും പറ്റുമോ എന്നുള്ളത്. അത് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കളറ് മാറി ഒന്നുകിൽ മാറ്റ് കളറ് വരണമെങ്കിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ ഗോൾഡൻ കളറിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് രണ്ടാമതൊരു പാറ്റേൺ വള ലക്ഷ്മി തന്നെയാണ്. നല്ല വലിപ്പത്തിലുള്ള വള തന്നെയാണ്. 2:10 അതിൻ്റെ കുറച്ചും കൂടി വലിയവർക്കും കൂടി ഇടാവുന്നതാണ്. പിന്നെ ടെമ്പിൾ സ്റ്റോൺസ് ഉണ്ട്. നല്ല ഭംഗിയുള്ള എന്താ പറയുക സംഭവമാണ് ഇത്. നമ്മുടെ ഡിംപിൾ ഇന്നലെ ഇട്ട മാലയിൽ 3 ലെയറിൻ്റെ ആ മാലയ്ക്ക് ശരിക്കും സെറ്റായിട്ടുള്ള വളയാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ആ കളറുള്ള ബീഡ്സാണ് കേട്ടോ ഇത് മേളുള്ളത്. ഇതൊക്കെ ആൻറ്റിക്കാണ് കേട്ടോ. ഈ 2-3 ഐറ്റമുള്ളൂ. ഈ 3 ഐറ്റം ആൻറ്റിക്ക്, ബാക്കിയൊക്കെ നമ്മുടെ ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ആണ്. അപ്പോൾ ഞാനിത് വീണ്ടും പറയുന്നു 2:10 ഓർണമെൻറ്റ്സിൻ്റെ വളയുടെ അളവ് 2:10. ഇത് ഞാൻ ഇന്നലെ ഇട്ടില്ലേ നമ്മുടെ നെറ്റ് ബോൾ ചെയിൻ, അതിൻ്റെ സെറ്റ് വളയാണ്. അപ്പോൾ വള നിങ്ങൾ ശരിക്കും കണ്ടിട്ടുണ്ടാവില്ല. ഇതായിരുന്നു ആ മാലയുടെ സെറ്റിൻ്റെ
വള കേട്ടോ. പിന്നെ വൈറ്റ് മറ്റേ കല്ലുള്ള സ്റ്റഡാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അത് കണ്ടിട്ട് 2-3 ഓർഡർ രണ്ട് സെക്ഷൻ ഡിമ്പിളുടെയും വന്നു, ഡിവൈൻ്റെയും വന്നു, എൻ്റെയും വന്നു വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായി നമ്മളിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മളുടെ റൂബിയും പേളും ജെയ്ഡും കൂടിയിട്ടുള്ള ഒരു മിക്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വളകളാണ്. ഇതിൻ്റെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പെർ പീസാണ്. അപ്പോൾ ചിലർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോന്ന് എടുക്കും, ചിലപ്പോൾ 2 പേര് അല്ല 2 എണ്ണം എടുക്കും, അല്ലെങ്കിൽ 2 കൈമ്യം ഓരോന്ന് ഇടാൻ എടുക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ, നമ്മളെങ്ങനെയാണോ യൂസ് ചെയ്യുക അതുപോലെ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 കൈമ്യം 2 വളയാണ് ഇടുക. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും എന്താ പറയുക, സിംഗിൾ പീസിൽ വന്നിട്ടുള്ള വളയാണ് പേളായിട്ടുള്ളത്. നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാറ്റേൺ കാണിച്ചു കഴിഞ്ഞാൽ കുറേ പേരെങ്ങനെയാണെന്ന് വെച്ചാൽ അത് തന്നെ മാറി മാറി ചോദിക്കും. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഈ സെയിം പാറ്റേൺ നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ കാരണം ഇതുണ്ടോ കാരണം അത് കണ്ടിട്ടാണല്ലോ ചോദിക്കണത്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഈ ഒരൊറ്റ എണ്ണമുള്ളൂ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇനി ഈ പാറ്റേൺ വരുത്തിക്കില്ല. ഇത് ഈ പറഞ്ഞ പോലെ റൂബിയും ബ്ലാക്കും കൂടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്രിസ്റ്റലിൻ്റെ മാല, 1 ലെയർ 2 ലെയർ 6 പിടി 8 പിടി 10 പിടി ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. സെയിം കോമ്പിനേഷൻ റൂബിയും ബ്ലാക്കും പിന്നെ ഈ ഗോൾഡനും. അപ്പോൾ അതാണ് ഈ വള കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഇവൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഒളിച്ച് കളിയും എല്ലാ കളികളും ഈ ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഓടി വരുമ്പോഴാണ് ഞാൻ ക്യാമറ പതുക്കെ ഇങ്ങോട്ടൊന്ന് തിരിക്കണത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഡോൺ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറേ ഡോണിൻ്റെ അടുത്തേക്ക് ഓടും, അവിടുന്ന് കുറേ എൻ്റെ അടുത്തേക്ക് ഓടും. ഇത് തന്നെ അപ്പോൾ തോമുട്ടനെ ഉറക്കാനായിട്ട് മുകളിൽ കിടത്താൻ പോയേക്കാം കേട്ടോ. ഇത് നമ്മളുടെ എന്താ പറയുക, നല്ല വീതിയുള്ള തടവളയാണ്. ഇത് ശരിക്കും ഒരെണ്ണം ഇട്ടാൽ മതി, ഒരു കൈമ ഇട്ടാൽ. 2 കൈമ ഓരോന്ന് ഇടുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ കയ്യിൽ എന്താ പറയുക, ഏറ്റവും കൂടുതൽ പോയിരുന്ന നല്ല എന്താ പറയുക, ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും 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 വാങ്ങിക്കുന്ന ഐറ്റമാണ് ഇത്. ഇപ്പോൾ ഒരാളുടെ കൈമ കണ്ടിട്ട് ഫ്രണ്ടിന് വേണം അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് വേണം എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടുള്ള ഐറ്റമാണത് കേട്ടോ. ഇത് അതിൻ്റെ വേറൊരു പാറ്റേൺ റൂബി മാത്രമാണ്. ഇതും ഈ പറഞ്ഞ പോലെ സിംഗിൾ പീസിലാണ് ഇരിക്കുന്നത്. അങ്ങനെ സിംഗിൾ പീസ് ഞാൻ സാധാരണ റീസെല്ലിങ്ങിന് കൊടുക്കാറാണ് പതിവ്. ഈ കൊച്ച് എന്താ പറയുക, 1 പീസും 2 പീസും അങ്ങനെ കുറേ ഐറ്റം എടുക്കുന്നവർക്കാണ് ഞാൻ സാധാരണ ഇങ്ങനെ സിംഗിൾ പീസ് വരുന്ന ഐറ്റംസ് കൊടുക്കാറ് കേട്ടോ. ഇത് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ ഒരു മുത്താണ്, വലിയ വില കൂടിയ മുത്തൊന്നുമല്ല. എന്നാലും എന്താ പറയുക, അത്യാവശ്യം നമുക്ക് ഒരു പച്ച ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടാനായിട്ട് പറ്റിയൊരു സംഭവമാണ്. അധികം വിലയില്ലാത്ത ഒരു വളയാണിത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ഏകദേശം ഒക്കെ കണ്ടില്ലേ, 2.10 ഇത് മുഴുവൻ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ വെള്ളക്കല്ലിൻ്റെ വളകളാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ കൊച്ചു സ്റ്റാർ അല്ലെങ്കിൽ പൂവെന്ന് വേണമെങ്കിൽ പറയാം, അതെണ്ണ. അപ്പോൾ ഇത് ശരിക്കും 2 എണ്ണം ഇട്ടാലേ ഭംഗി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നേരിയത് 1 എണ്ണം ഇട്ടാലും വിരോധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നും പറയുമ്പോൾ അതിൻ്റെ നിങ്ങളെന്ത് ചെയ്യണം എന്നും കൂടി പറഞ്ഞു തരണമെന്നുള്ളൂ. അപ്പോൾ ഇവിടെ അതേ എൻ്റെ അപ്പുറത്ത് നിന്ന് അപ്പനും മോനും നിന്ന് കളിക്കുകയാണ്. അപ്പോൾ അവനിപ്പോൾ എന്തെന്നാ പറയുക, നമ്മളെന്ത് കാണിച്ചാലും അത് പിന്നാലെ കാണിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ചാക്കോച്ചൻ്റെ പണി. അങ്ങനെ ഇത് നമ്മുടെ വെള്ളക്കല്ലിൻ്റെ വളയാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ പകുതി കണ്ടോ, കുറച്ച് ഭാഗം പ്ലെയിൻ, കുറച്ച് ഭാഗം കല്ല്, അങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ സെയിം ഫുൾ കല്ലായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഞാനത് ഒന്നിച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ആയാലും നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അതുപോലെ ഇത് 1 ലെയറാണ്. ഇതിൻ്റെ തന്നെ 2 ലെയറും വരുന്നുണ്ട്, 2 ലെയറിൽ വന്നിട്ടുള്ള കല്ലിൻ്റെ വരുന്നുണ്ട്. പക്ഷേ 10ൽ അധികം ഡിസൈൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഉള്ള ഡിസൈനുകളാണ് നമ്മളുടെ 2.10 അതായത് വലിയതിലുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് നേരത്തെ കണ്ടില്ലേ ഇടയിൽ വിട്ടിട്ട് അതിൻ്റെ നിറച്ച് അടുപ്പിച്ചുള്ള വളയാണ് ഇത്. കണ്ടു, മറ്റേതിന് ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇത് ഒരു ഗ്യാപ്പ് ഇല്ലാണ്ടുള്ള വള. അപ്പോൾ ഞാനത് രണ്ടും കൂടി ഒന്നിച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഇതാണ് ഫുൾ ഉള്ളത്. അടുത്തതാണ് ഇങ്ങനെ ഇടവിട്ട് ഉള്ളത്, കുറച്ച് ഗോൾഡും കുറച്ച് സ്റ്റോൺസും ആയിട്ടുള്ളത് കേട്ടോ. കണ്ടോ ഇങ്ങനെ. അപ്പോൾ അതിനാണ് ഞാൻ രണ്ടും കൂടി കാണിച്ചു തന്നത്. അപ്പോൾ ആദ്യം കാണിച്ചതാണ് ഗോൾഡും പേളായിട്ടുള്ളത്, പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ എന്തോ കാണിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഫുൾ സ്റ്റോൺസ് ഉള്ളത് കാണിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് അടുപ്പിച്ച് കാണുമ്പോൾ വ്യത്യാസം മനസ്സിലാവുമല്ലോ. ഇത് നമ്മളുടെ നല്ലൊരു കടയാണ്, നല്ല തടവളയാണ്, നല്ല ഒരുത്തനെ പോലെ കിടക്കുന്ന ഒരു വളയാണ്. നടുക്ക് മാത്രം ഒന്ന് ഉയർന്നിട്ട് നിറച്ച് വെള്ള സ്റ്റോൺസ്, കറക്റ്റ് നമ്മളുടെ ഡയമണ്ടിൻ്റെ വളയുണ്ടല്ലോ അത് തന്നെ. സ്വർണ്ണത്തിലൊക്കെ ഇത് കറക്റ്റ് ഇതേ ഡിസൈനിലുള്ളത് നമ്മൾ സ്വർണ്ണക്കടയിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ തട്ടാന്മാരാണ് ഇതിൻ്റെ പിന്നിലുള്ളവർ മുഴുവൻ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിസൈനുകൾ മുഴുവൻ സ്വർണ്ണത്തിൽ കാണുന്ന ഡിസൈനുകളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തടവളൊക്കെ ഞാൻ പറഞ്ഞില്ലേ സിംഗിൾ പീസായി, ഇതൊക്കെ സിംഗിൾ പീസായി എടുക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും റീസെല്ല് ചെയ്യാനായിട്ട് ഫോട്ടോ എടുത്തിട്ടുള്ള റീസെല്ലിംഗ് അല്ല, നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങി അത് റീസെല്ല് ചെയ്യാൻ പറ്റുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ചെറിയൊരു വിലയിലാണ് നമ്മൾ ഈ സിംഗിൾ പീസ് സാധനങ്ങൾ കൊടുക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ സിംഗിൾ പീസ് വന്നിട്ടുള്ളതാണ്, ഒറ്റയ്ക്ക് വന്നിട്ടുള്ള വളകളാണ് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ കൂടെ ഇനി എനാമലിൻ്റെ ഉണ്ട് കണ്ടോ, എനാമൽ വെച്ച വള. ഇതിൻ്റെ തന്നെ ഇനി ബോളും ഒക്കെ വരുന്നുണ്ട്, അത് സ്റ്റോക്ക് ഇല്ല, സ്റ്റോക്ക് ഔട്ടാണ്, കുറേയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉള്ളത് ഫോട്ടോ എടുക്കാതിരുന്നപ്പോൾ എന്നാൽ പിന്നെ നിങ്ങളെയും കൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഞാൻ ഫോട്ടോസ് നമ്മുടെ സ്ക്രീൻഷോട്ട് ഇടാൻ വേണ്ടി സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോഴാണ് വിചാരിച്ചത് എന്നാൽ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലാവാം, കാരണം ഇന്നത്തെ വീഡിയോ ഞാനൊന്നും ശരിക്കും പറഞ്ഞ് എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതും കൂടി ആഡ് ചെയ്താൽ കുറച്ച് ലെങ്ത് ആവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇതൊക്കെ തടവളകളാണ്. ഇതിനൊന്നും കല്ലില്ലാത്ത വളകൾക്കൊന്നും വലിയ വിലയില്ല കേട്ടോ. അപ്പോൾ കല്ലിൻ്റെയും പിന്നെ ഈ ഡയമണ്ട് കട്ട് അങ്ങനെയുള്ള സാധനങ്ങൾക്കാണ് എന്തെങ്കിലും വില കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ ഉണ്ടാവുക. പക്ഷേ ഇതൊക്കെ ഗോൾഡും സംഭവങ്ങളൊക്കെ സാധാരണ വിലകൾ തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം, ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും കളർ ഫെയ്ഡാവുക എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും നമുക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, നമ്മളത് റീപ്ലേസ് റീപ്ലേറ്റ് എന്ത് വേണമെങ്കിൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയറുപിരി വളകളാണ്. നല്ല കന കേട്ടോ, നല്ല കന, എന്താ പറയുക ഒരു 2 പവൻ്റെ ഒരു കന ഉണ്ടാവുമല്ലോ, അതുപോലെയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് ചെത്തുള്ളതും ഒന്ന് ചെത്തില്ലാത്ത ടൈപ്പ് വളയും. അപ്പോൾ അതാണിത്. അപ്പോൾ ഈ ഒന്നിച്ച് കാണിക്കുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നത് മനസ്സിലാവില്ല. അങ്ങനെ അതും കഴിഞ്ഞു. ഇനി എന്തെന്നാ പറയുക, കുറേ തരം വളകളുണ്ടായിരുന്നു കേട്ടോ 210. പക്ഷെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ വള സ്റ്റോക്ക് കഴിഞ്ഞ് വളരെ കുറവുള്ളൂ കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ നല്ല പൊള്ളയായിട്ടുള്ള പൈപ്പ് വളയാണ്, പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്, നല്ലോണം ഈട് നിൽക്കുന്ന ഒരു വളയാണ് ഇത് കേട്ടോ. ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്കിടാം, 4 എണ്ണമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം, ഈ 2 എണ്ണം വേണമെങ്കിൽ അങ്ങനെ ഇടാം. വിലയും അധികമില്ല, കല്ലുവളകളുടെ വിലകളൊന്നും ഈ ഗോൾഡ് മാത്രമുള്ള വളകൾക്കില്ല കേട്ടോ. ഞാനത് വീണ്ടും പറയാൻ കാരണം കുറേ പേർക്ക് അങ്ങനൊരു ധാരണയുണ്ട്, കല്ലിൻ്റെ വളയുടെ വില നമ്മളോട് ചോദിക്കും. അതിൻ്റെ വില പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ ഒന്നും ചോദിക്കില്ല, അവരുടെ വിചാരം എല്ലാത്തിനും ആ വിലയാണെന്നാണ്. ഒരിക്കലും അല്ല, ഏറ്റവും ചെറിയ വില തൊട്ടുള്ളതുണ്ട് നമ്മുടെ കയ്യിൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടു, ഇതൊക്കെ നല്ല ഭംഗിയുള്ള വളകളാണ്. ഈ ജോഡി വള ഇടില്ലേ, അതിനാണ് ഈ വള കൊണ്ടുപോകാറ് സാധാരണ. അതുപോലെ ഈ വള, ഇതൊക്കെ എന്താ പറയുക കറക്റ്റ് നിങ്ങൾക്കറിയാം. ഇതൊക്കെ നിങ്ങൾ കാണുന്നവരുടെ കയ്യിൽ തന്നെ ചിലപ്പോൾ ഗോൾഡ് ഉണ്ടായിന്ന് വരും. അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ എപ്പോഴും എന്തെങ്കിലും ഇടുമ്പോഴും അവർ പറയാറുണ്ട് ഇത് ഞങ്ങൾക്ക് ഉണ്ടായിന്ന്, ആരെങ്കിലും ഒരാൾ പറയാണ്ടിരിക്കില്ല, അങ്ങനെയാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ നേരിയ വള കേട്ടോ, നല്ലോണം തിന്നായിട്ടുള്ള വളയാണ്, അത്ര കനമൊന്നുമില്ല കേട്ടോ. മറ്റേ വള പിടിച്ച് ഞെക്കണ പോലെ ഇല്ല. ഡിമ്പിളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഡിമ്പിൾ എല്ലാ വളകളും ഇതിങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ഞെക്കി നോക്കും, അങ്ങനെയാണ്. അങ്ങനെ ഞെക്കി നോക്കിയാൽ ചിലപ്പോൾ അത് കയ്യിൽ പെടും. ഇത് ഞാനിടാറുള്ള വളയുണ്ടല്ലോ പ്ലെയിൻ കമ്പിവള, അതാണ് കേട്ടോ, പ്ലെയിൻ കമ്പിവളയാണ്. ഇത് എല്ലാ സൈസിലും ഉണ്ട്. ഇത് വെറുതെ നമ്മൾ എന്താ പറയുക, നമ്മൾ സാധാരണ സ്വർണ്ണമൊക്കെ 3/4 പവനിലൊക്കെ വളയെടുക്കില്ലേ, ആ ഒരു സംഭവമാണിത്. 1/4 പവൻ്റെ ഇടയിലൊക്കെ ആ തൂക്കത്തിനെടുക്കുന്ന വളയുടെ അതേ പോളിച്ചിങ് കാര്യമാണ് ഇത് കേട്ടോ. ഇതൊക്കെ 210 ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ 2.4 എടുത്തിട്ട് ഇതിൻ്റെ 2.4 ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല, എല്ലാതും ആ സൈസ് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് കണ്ടിട്ട് വിളിക്കുന്നവർ 210 ആവശ്യമുള്ളവർ വിളിക്കുക, അല്ലാത്തവർ ഇതിൻ്റെ ഏത് സൈസാണോ നിങ്ങൾക്ക് വേണ്ടത് ആ സൈസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ. കാരണം ഓരോന്നും ഓരോ ഫോൾഡറാണ്, ഓരോ സൈസും ഓരോ ഫോൾഡറാണ്. അപ്പോൾ ചിലപ്പോൾ 2.4 സാധനം 2.6 ഉണ്ടാവില്ല, 2.6 2.10 ഉണ്ടാവില്ല. ഡിസൈൻ എല്ലാത്തിലും പല ഡിസൈനാവും. ഇതൊക്കെ നല്ലത്. ഇത് മാറ്റ് ചെയ്യാനും മാറ്റ് ഫിനിഷിനും പ്ലേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, വളയുടെ സെക്ഷൻ ഒരുവിധം ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ 210 എൻ്റെ നിന്ന് സ്ഥിരം എടുക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരുടെ ഒരാളെങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയത് വരണത് എടുക്കും കേട്ടോ 210. അപ്പോൾ ഇത് തളയുടെ പോലത്തെ വളയാണ്. ഇതും 210 2.8 ഒക്കെ ഉണ്ട്, ഒരുവിധം സൈസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ രാത്രിയും ഞങ്ങൾക്ക് വെപ്പമൊന്നും കാര്യമായിട്ട് വേണ്ടി വന്നില്ല. അങ്ങനെ സാധനങ്ങളൊക്കെ ഒതുക്കി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള പുറപ്പാടാണ്. അപ്പോൾ ഞാൻ ഭക്ഷണമൊന്നും കഴിക്കുന്നത് കാണിച്ചിട്ടില്ല, കാരണം അറിയാലോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ താറാവ് കറി രാവിലത്തെ ബാക്കി ഉണ്ടായിരുന്നു, പിന്നെ എന്തിട്ടാണ് ഫിഷ്, പിന്നെ സാലഡ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി
കുറേശ്ശെയുള്ള സാധനങ്ങൾ അങ്ങോട്ട് കംപ്ലീറ്റ് അവസാനിപ്പിച്ചു അങ്ങോട്ട്. അപ്പോൾ ഇനി നാളേക്ക് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓൾറെഡി അവിടുന്ന് ബാക്കി വന്ന സംഭവം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതല്ലേ, അപ്പോൾ വല്ലാണ്ട് കൈയിട്ട് ഇളക്കിയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട്. അപ്പോൾ ഈ ഭാഗം ഞാൻ കാണിക്കാൻ കാരണം ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ടുണ്ട് ഈ ഭാഗം മുകളിൽ ബ്ലാക്ക് പെയിൻ്റ് അടിക്കണം. കാരണം ഓരോ പണികളും കഴിഞ്ഞ് വന്നപ്പോൾ അവിടുത്തെ ബ്ലാക്കൊക്കെ പോയിട്ട് വെള്ള കളറായി. അപ്പം ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ട് നമുക്കത് ബ്ലാക്ക് ഒരേ ഭാഗം ഒന്ന് ക്ലിയർ ആക്കണം. അപ്പോൾ അതേ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ചാക്കോച്ചൻ കാണാണ്ടിരിക്കാൻ വേണ്ടി വാഷിംഗ് മെഷീൻ്റെ മുകളിൽ ഒളിപ്പിച്ച് വെച്ചേക്കാം. കാരണം അവന് ഈ ചുമ വരണേൻ്റെ ഒരു കാരണം പഴമാണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അത് കൊടുക്കാണ്ട് നോക്കിയപ്പോൾ ഭയങ്കര വ്യത്യാസവും കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളത് ഒളിച്ച് വെച്ചേക്കാം. കാരണം അവൻ കണ്ട വഴിക്ക് ബനാന എന്ന് പറഞ്ഞിട്ട് ചോദിക്കുക, കറക്റ്റ് ബനാന എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമുക്കതൊരു ഭയങ്കര സങ്കടമല്ലേ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു, അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇതാ കിച്ചണിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. പാത്രങ്ങളൊക്കെ ഡിവൈൻ കഴുകി വെച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് പെറുക്കി വെക്കേ വേണ്ടു. ഇന്ന് അതും ഡിവൈൻ ചെയ്തിട്ടാണ് പോയത്. അങ്ങനെ നമ്മുടെ പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് ഇന്നത്തെ പരിപാടി അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പാച്ചുട്ടനും ഓച്ചും ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ ആൻസൺ ഡോൺ പോയ പോലെ തന്നെ എന്നിട്ട് മൊറാക്കോ അതിന് പോയിട്ടുണ്ടായിരുന്നു. ടൊവിനോയുടെ പുതിയ പടം അതിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ചർച്ചാ വിഷയം അതിലത്തെ വയലൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത് 28 വലിയ ഡാഡിയുടെ ബർത്ത്ഡേ ആണ്. വലിയ ഡാഡി എന്ന് പറഞ്ഞാൽ ജോർജ് ചേട്ടൻ ഞങ്ങളുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്ന ഒരു ചേട്ടനാണ്. ഞങ്ങൾ 3 പെൺതരികൾക്ക് ഒരു ആൺതുണയായിട്ട്. അന്ന് അപ്പച്ചൻ ഗൾഫിലായിരുന്നു. അപ്പോൾ ചേട്ടനാണ് ഞങ്ങളുടെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറയില്ലേ, ആദ്യത്തെ ഒരാൾ വരുമ്പോൾ ഉഷാറായി കഴിഞ്ഞാൽ താഴാതികൾ അത് കണ്ടാവുമെന്ന്. അങ്ങനെയാണ് നിങ്ങളെല്ലാവരും പറയാറുണ്ട് ഞങ്ങളുടെ ഫാമിലിയുടെ ആ സന്തോഷം കാണുമ്പോൾ, ഫോട്ടോസ് കാണുമ്പോൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഒരു പങ്ക് ജോർജ് ചേട്ടനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ചേച്ചി. ഇന്ന് ചേച്ചിയില്ല. അപ്പോൾ ചേച്ചിയും പിള്ളേരും ആണത്. ഇതിൻ്റെ മുമ്പത്തെ ഫോട്ടോയില്ലേ സെറ്റ് മുണ്ട് എടുത്തത്, അത് ഞാനെടുത്ത ഫോട്ടോ ആണ് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ അറിയാം, ആ ഫോട്ടോയിൽ മാത്രം ചേച്ചി നന്നായി ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും അന്ന് തൊട്ട് പറയും, ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ചേച്ചി നന്നായി ചിരിക്കും എന്ന്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ഇങ്ങനെ 5 പേരായി ബാക്കി. അപ്പോൾ ചേട്ടന് ഒന്നും കൂടി ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാണ്. എല്ലാ ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടെ ഇനിയും കുറേ നാൾ ഞങ്ങളുടെ ചേട്ടനായി, കുട്ടികളുടെ ഡാഡിയായി, പേരക്കുട്ടികളുടെ അപ്പാപ്പനായിട്ട്, ഡാഡി തന്നെ അവരും വിളിക്കുക, ഇരിക്കാനുള്ള കഴിവ് ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നാളെ കാണാം. അതുവരയ്ക്ക് ബൈ.